ടൈം എന്തായി? 5 to 9. ബസ് കാണുന്നില്ല അല്ലേ? ഞാനും ബസ്സിന് വേണ്ടിട്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോളാം. നിങ്ങൾക്ക് എന്താ? അല്ല, ഞങ്ങൾക്ക് കാറ് വരും, അതിൽ പോവാം. വേണ്ട. അങ്ങനെ വാശിയൊന്നും പിടിക്കരുത് കേട്ടോ. എന്താ കുട്ടി? ആരോ രണ്ടുപേരിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഞാൻ പേടിച്ചോടിയതാ. നിനക്ക് എവിടെ പോകേണ്ടത്? ഞാൻ ഹാരിസൺ കമ്പനിയിൽ വർക്ക് ചെയ്യാ. കയറ് കുട്ടി. ഇതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ എന്നെ കബളിപ്പിച്ചതിന്റെ പ്രതിഫലമാണിത്. ഞാൻ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവളെ നിങ്ങൾ എന്റെ ബംഗ്ലാവിൽ എത്തിച്ചിരിക്കണം. അതിനാണ് നിന്നെല്ലാം ഞാൻ തെറ്റിപ്പെടുന്നത്. അവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാനിട്ടല്ല. മറുപടി ആവശ്യമില്ല. അവളെയാണ് എനിക്ക് ആവശ്യം. എവിടെ കുമാർ? അവളോട് വരാൻ പറയും. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് സതിയെ അമ്മാവനെ ഒന്ന് കാണിക്കണം. എന്നാൽ കാര്യം എളുപ്പമായി. എങ്കിൽ ഞാൻ ഇപ്പോഴേ കൂടെ വരാം. വേണ്ട, നാളെ പോവാം. പിന്നെ അമ്മാവനെ കാണുമ്പോ കാലിത്തൊട്ട് തൊടാൻ മറക്കണ്ട. അമ്മാവൻ പഴയ ആളാ. എന്നെ കൊണ്ട് പറ്റൂല. എന്തോന്ന് പറ്റൂല? ഞാൻ പെടുന്ന പാട് നിങ്ങൾ കാണുന്നില്ലല്ലോ. അതോ? അത് കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയാ പെണ്ണെ? ഛർദിക്കും. ഡാഡിയുടെ മുമ്പിൽ ഇനി എങ്ങനെ പോവും? നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. ഞാനാണെന്ന് പറഞ്ഞാ മതി. അങ്ങ് പറഞ്ഞു മതി. എനിക്ക് നാണാവും. ഞാൻ പോവില്ല. പോടുന്നു. ഒരു വിസ്താരം തുടങ്ങിയിരിക്കുന്നു. അവിടെ ഇരിക്കേ. വിസ്താരം തുടങ്ങിയത് നീയോ ഞാനോ? ഒന്ന് നിർത്തുന്നുണ്ടോ? അയ്യോ, ഇവിടെയൊക്കെ നാശമാക്കി. സാരമില്ല, 2 ദിവസം കൂടെ കാണും. ഒരു ഡോക്ടർ വന്നിരിക്കുന്നു. നീ വിഷമിക്കാതിരിക്കേ. നിനക്ക് ഞാനില്ലേ? മോള് കൂടി ഇങ്ങ് വന്നാ പിന്നെ 8 മാസം കാത്തിരിക്കണം. എന്തിന് എത്ര നാൾ വെച്ചോണ്ടിരിക്കുന്നത്? ഒന്ന് വേഗം വിട്ടൂടെ? ആരാ പറഞ്ഞേ മോളാന്ന്?
ആ നോക്കട്ടെ എവിടെ ഏയ് മോളാടി പെണ്ണെ Yes, come in. ഞാൻ ഒരാളെ കൂട്ടി വന്നിട്ടുണ്ട്. അങ്ങ് തീരെ അസ്വസ്ഥനാണെന്ന് നമ്മുടെ ആൾക്കാർ പറഞ്ഞു. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ കഴിവില്ലാത്ത പട്ടികൾ. ആ പെൺകുട്ടി ആരാണെന്ന് എന്നോട് പറയൂ, ഞാൻ കൊണ്ടുവരും. അങ്ങ് ഒട്ടും സംശയിക്കണ്ട. ഈ മനസ്സിന്റെ ആലസ്യം മാറ്റാനുള്ള വഴിയുമായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത്. ഇപ്പൊ വരാം. എന്നെ ചതിവിൽപ്പെടുത്തി കൊണ്ടുവന്നത്. ചതിവിൽപ്പെടുത്തി കൊണ്ടുവന്ന് എന്റെ കിടക്കയ്ക്ക് പങ്കാളിയാക്കുന്നതിലാണ് എനിക്ക് ആനന്ദം. അതൊരു സുഖവുമാണ്. എന്റെ ഈ രൂപം ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. ഇതിന് കാരണക്കാരിയായവൾ അവൾ എവിടെ പോയി ഒളിച്ചാലും ഞാൻ വിടില്ല. ഒരു പെണ്ണും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. കുമാർ, സാർ, ഇവരെ കൊണ്ടുപോയി നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ വെച്ചേക്ക്. Thank you.
ഏയ് രേഖേ, എന്താ ഇത്? നിന്റെ സ്വാതന്ത്ര്യം അല്പം കൂടി പോകുന്നു. രാത്രിയിൽ ഈ കിടക്കയിൽ വന്ന് കിടന്നെങ്കിൽ മാത്രമേ എനിക്ക് ഉറക്കം വരികയുള്ളൂ. എനിക്കിതൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷേ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ വിളിച്ചപ്പോൾ കൂടെ വന്നതും അതുകൊണ്ടാണ്. നീ ആവശ്യപ്പെടുന്നതിലും കൂടുതൽ പണം ഞാൻ വാങ്ങിത്തരുന്നുണ്ട്. പണം കിട്ടിയത് കൊണ്ട് മാത്രം ആ മനുഷ്യന്റെ കൂടെ ഒരു പെണ്ണിന് കഴിയാൻ പറ്റുമോ? ആ വികൃതമായ മുഖവും ഭാവവും കണ്ടാൽ ഏത് പെണ്ണിനാണ് അറപ്പുണ്ടാകാത്തത്? പിന്നെ ഞാനൊരു യന്ത്രമൊന്നുമല്ലല്ലോ. നീ ഒരു യന്ത്രം തന്നെ. പണം തരുന്നവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കേണ്ട ഒരു യന്ത്രം. അപ്പോൾ നിങ്ങൾ എന്നെ ആ രീതിയിലാണ് കണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷേ ഞാൻ നിങ്ങളെ ആ രീതിയിലല്ല കാണുന്നത്. എന്റെ ശരീരം മാത്രമേ അയാൾക്ക് വാങ്ങാൻ കഴിയൂ. എന്റെ മനസ്സിൽ എന്നും എന്നും നിങ്ങളായിരിക്കും. ഞാനും നീയും കൂലിക്ക് വേല ചെയ്യുന്ന യന്ത്രങ്ങളാണ്. അത് മറക്കാതിരുന്നാൽ എനിക്കും നിനക്കും നല്ലത്. ഇതിനാണ് എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത് അല്ലേ? ഞാൻ വിവാഹം കഴിച്ചാലും അത് അദ്ദേഹത്തിന് വേണ്ടിയായിരിക്കും. ദ്രോഹി! അപ്പോ എന്നെ ചതിക്കായിരുന്നു അല്ലേ? എനിക്കിപ്പോ പോണം. ഇനി ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. എന്തിനും തയ്യാറാണെങ്കിൽ ഒരു രാജകുമാരിയെ പോലെ ഇവിടെ ജീവിക്കാം. അയ്യോ! ഓടി. ചേട്ടനുള്ളപ്പോ നീ എന്തിനാ ഭയപ്പെടുന്നത്? ഒരു പട്ടിയും എന്റെ മോളെ തൊടില്ല. ഏറ്റവും വേഗം നിനക്കൊരു കൂട്ടുണ്ടാക്കണം. ഇനി ചേട്ടന്റെ ലക്ഷ്യം അതാണ്. മോളെ, ചേട്ടന് വിശക്കുന്നു, നമുക്ക് ഊണ് കഴിക്കാം. ചേട്ടൻ കയ്യും കാര്യം കഴിഞ്ഞിട്ട് വരാം. അതിനു മുൻപ് നീ ആ ജയനം കൊണ്ട് വിളിച്ചിട്ട് വാ. ചെല്ലേ. ഈ കണ്ണീരൊക്കെ തുടച്ചിട്ട് പോ. ചിരിക്കേ ചിരിക്കേ. പൊന്നു, എന്താ പൊന്നു? ഏട്ടനോ? എന്തിനാ? ഞാൻ കഴിച്ചല്ലോ. ഏട്ടനോട് പറഞ്ഞേരെ, നീ പൊയ്ക്കോ. നീ ഒന്ന് ശല്യം ചെയ്യാതെ പോകുന്നു. എന്റെ പൊന്നുമല്ലേ. പൊന്നു വയ്ക്കോ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എന്നും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവാൻ. പൊന്നു വയ്ക്കോ. വിടു പെണ്ണെ, ഞാൻ വരാം. ഏട്ടൻ കേൾക്കും. മിണ്ടാതെ വാ.
ഏട്ട ഇപ്പൊ കുളിച്ചേ ഉള്ളോ? ആ ഞാനിന്ന് വരാൻ സ്വല്പം വൈകി. വഴിയില് ഒരു ചെറിയ സ്റ്റണ്ട്. ചണ്ടോ? അങ്ങനെ സ്റ്റണ്ട് എന്ന് പറയാനൊന്നുമില്ല, ഒരു ചെറിയ ഉരുട്ടിപ്പിടുത്തം. അതൊക്കെ പോട്ടെ, തന്നെ ഇവിടെ പാടാൻ ആരെങ്കിലും സമ്മതിക്കാറുണ്ടോ? അതൊന്നും പറയണ്ട ഏട്ടാ. ഇന്നൊരു നാടക കമ്പനി പോയി, അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. വെറുതെ. ആ താ ഊണ് കഴിച്ചോ? കഴിച്ചു. ദാ ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. ഓഹോ, പിന്നെ എന്തുവാ തന്റെ മുഖം വാടിയിരിക്കുന്നത്? അത് അത് വല്ലാത്ത തലവേദന. തലവേദന എനിക്കും അങ്ങനെയാ. ഈ വയറിന്റെ വിശപ്പുണ്ടല്ലോ, അവനൊരു ഉഗ്രം തലവേദനയാ. എടി കുഞ്ഞേ, ഈ ജയനും ചോളത്തേക്ക് വേണ്ട ഏട്ടാ, ഞാനിപ്പോ ഉള്ളൂ. കഴിച്ചടൂ, തലവേദനയ്ക്ക് നല്ലതാ. അടിക്കടി ഏട്ടനെങ്ങനെ? വേണ്ട, എന്റെ പൊന്നുമോൻ വാചകമൊന്നും അടിക്കണ്ട. വെറും വയറ്റിൽ വാശി പിടിച്ചാലേ വയറ് കൊളുത്തി പിടിക്കും. വാ. ആനന്ദ്, തൽക്കാലം അവളെ ആ മുറിയിൽ കൂടെ അടച്ചു.
നിൻ സ്വന്തം ഞാൻ. എന്നെ ഒന്ന് രക്ഷിക്കൂ മോളെ. പോടി. ഒരാൾ പറഞ്ഞു പറ്റിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. എന്നെ ഇറക്കി വിടല്ലേ. എന്റെ പൊന്നനിയത്തിയല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കൂ. ആനന്ദ് സാറിന്റെ മുറിയിലുണ്ടായിരുന്ന സ്ത്രീ ഇങ്ങോട്ട് വന്നു. സ്ത്രീയോ? ആ സ്ത്രീക്ക് ഇവിടെ എന്ത് കാര്യം? വരൂ. എന്റെ പൊന്നനിയത്തി, ഒരു ചേച്ചിയെ പോലെ കരുതി എന്നെ ഒന്ന് രക്ഷപ്പെടാൻ സഹായിക്കൂ. ഞാനോ ഇവിടെ പെട്ടുപോയി. ആ, രക്ഷപ്പെടുന്നവരെങ്കിലും രക്ഷപ്പെടട്ടെ. ഞാൻ അയാൾക്ക് വേണ്ടി ഹോമിക്കപ്പെട്ടിരിക്കുക. ആടാനും പാടാനും അയാൾക്ക് വേണ്ടതിനൊക്കെയും ഒരിക്കോട് ചേച്ചി. ചേച്ചിക്ക് ഞാനുണ്ട്. എന്റെ ജീവൻ പോയാലും ഞാൻ ചേച്ചി രക്ഷിക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല മോളെ. ഇതെന്റെ ചേച്ചിക്ക് വേണ്ടി ചെയ്യുന്നു. കടമ മാത്രം. ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിക്കൊള്ളൂ. ചേച്ചി പൊയ്ക്കോട്ടെ.
ചന്തുവേ വാ. പോവാം പോവാം. കേറ്. അവൾ ഇതിനകത്ത് എങ്ങുമില്ലെന്ന് ഉറപ്പാണ്. ഇവിടെ ഇല്ല സാർ, അവള് രക്ഷപ്പെട്ടിരിക്കും. എങ്ങനെയും അവളെ പിടികൂടിയേ പറ്റൂ. ഇല്ലെങ്കിൽ പോലീസ് രഹസ്യങ്ങൾ കിട്ടാൻ എളുപ്പമാണ്. നിങ്ങളോടും പുറപ്പെട്ടോളൂ. അവൾ രക്ഷപ്പെടുന്നതിന് മുൻപ് അവളെ പിടികൂടാൻ കഴിയണം. യെസ് സാർ. ചെല്ലു. ചന്തു, ആ വണ്ടിക്കകത്തുനിന്ന് സാധനങ്ങളൊക്കെ ഇങ്ങ് എടുത്തോ. നാളെ നേരത്തെ പോണം, ലോഡുള്ളതാ. പെണ്ണോ? നീ എന്തിനാ കരയുന്നത്? ഏതാടി നീ? ചോദിച്ചു കേട്ടില്ലേ? നാളെ പോയി നിന്റെ റെഡി നോക്ക്. കാര്യം പറഞ്ഞാ മതി. എനിക്ക് നിന്റെ സംഗീത കച്ചേരി നടക്കണ്ട. വണ്ടിക്കുള്ളിൽ നീ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളോ? ഒറ്റയ്ക്കാവില്ല ആശാന്. ഹോട്ടലിൽ മുറി കിട്ടാതെ വന്നപ്പോ ഇതിനകത്താകാമെന്ന് കരുതി അല്ലേ? ഞാൻ ഒരുത്തന്റെ കെണിയിൽ പെട്ടുപോയതാണ്. ഞാനൊരു പാവമാണ് സാറേ. അവക്കടെ ഒരു ചാറ്. എന്ത് പറഞ്ഞാലും പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങിക്കോളൂ. നീ എവിടെ വരുന്നു? എങ്ങോട്ട് പോണം? അറിയാൻ പാടില്ല. എനിക്കാരുമില്ല. ആരുമില്ലെങ്കിൽ ഞാനെന്ത് വേണം? അയ്യോ, ആരുമില്ലെങ്കിൽ ഞാൻ കൊണ്ട് നിർത്തിക്കാൻ നടക്കുന്നു. എങ്ങനെയെങ്കിലും ചേട്ടൻ എന്നെ രക്ഷിക്കണം. നീ പറയുന്നതെല്ലാം സത്യമാണല്ലോ? അതെ. പറയടാ. എന്നോട് കള്ളം പറഞ്ഞാലുണ്ടല്ലോ. രാത്രിക്ക് വന്ന് കയറിക്കോളൂ. മനുഷ്യനെ മെനക്കെടുത്താൽ. ആശാനെ ഇറക്കിക്കോ. ഇറങ്ങി വാടിയും കൂടെ. എന്താടി എന്നെ കയ്യെ പിടിച്ചാൽ നീ ഒഴുകി പോവോ? ഇവിടെ ഇറങ്ങി വാടി കഴിയേ. എക്സ്ക്യൂസ് മീ, മിസ് ഷീല? ഹാരിസൺ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നു? അതെ. ഞാൻ കുറെ നേരമായി ഷീലയെ കാത്ത് നിൽക്കുകയാണ്. എന്താ കാര്യം? എനിക്ക് ഷീലയുടെ ഒരു കാര്യം ചോദിച്ചറിയാനുണ്ടായി. നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം, ഇഫ് യു ഡോണ്ട് മൈൻഡ്. സോറി മിസ്റ്റർ കുമാർ. ഞാൻ ഇപ്പോഴേ ലേറ്റാണ്. നോ പ്രോബ്ലം. ഞാൻ ഷീലയെ അവിടെ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ? അതൊക്കെ ബുദ്ധിമുട്ടാവും മിസ്റ്റർ കുമാർ. ഷീല, ഇതാ ഒരു ശനിയും വരുന്നുണ്ട്. ഞാൻ ഷീലയുടെ കസിൻ ബ്രദറാണെന്ന് പറഞ്ഞാൽ മതി. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ അയാള് വല്ലതും വിചാരിക്കും. തൊപ്പിക്കാനല്ലേ? എന്ത് വിചാരിക്കാൻ? പറയുന്നത് കേട്ടാ മതി. എന്നെ നിനക്കറിയില്ല. അപ്പൊ നാളെ നീ വീട്ടിലേക്ക് വരുമല്ലോ, ഞാൻ പറഞ്ഞ പോലെ. ഷീല എന്താ ലേറ്റ്? അല്പം ലേറ്റായി. ആ പോയത് ആരാ ഷീലയുടെ? ആരുമില്ല. അയാൾ എന്തൊക്കെയോ പറഞ്ഞു. സാറിനെ കണ്ടപ്പോ ഓടിയതാ. ഇവിടെ ചില റൗഡികളുടെ സംഗതി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരിക്കലും ഇനി തനിച്ച് യാത്ര ചെയ്യരുത്. ശരി. ഞാൻ ഡ്രോപ്പ് ചെയ്യണ്ടല്ലോ? വേണ്ട. പൊയ്ക്കോളൂ. പോലീസ് അന്വേഷണം കൂടുതൽ ഉഷാറായിട്ടുണ്ട്. നാം കുറച്ചുകൂടെ കരുതലോടെ ഇരിക്കണം. ഇല്ലെങ്കിൽ ആണെന്നെന്താ ഭയം തോന്നുന്നുണ്ടോ? എന്തിനേയും നേരിടാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ മരിച്ചുപോയ വ്യവസായ പ്രമുഖനായ ജയരാജൻ മുതലാളിയുടെ മകനെ ജനങ്ങൾ തരം താഴ്ത്തി കാണുന്നത്. എന്നെ ഉപദേശിക്കുന്നതിന് പകരം ആ പോലീസ് ഉദ്യോഗസ്ഥനെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കും. അവനെ ഞാൻ നിലയ്ക്ക് നിർത്താം. അഥവാ എന്റെ വഴിക്കവൻ വരുന്നില്ലെങ്കിൽ അവന്റെ കഥ ഞാൻ കഴിക്കും.
കേറുമോളെ. എന്താ നമ്മുടെ മുറിയിൽ മുറിയിൽ മുറിയിൽ? ഒരാള് ഓ അതോ, അത് എന്റെ ബോസ്. അയാൾ നമ്മുടെ മുറിയിൽ എന്തിനാ വന്നത്? പോകാൻ പറയൂ. അദ്ദേഹത്തോട് ഈ മുറിയിൽ നിന്ന് പോകാൻ പറയാൻ എനിക്കും നിനക്കും അവകാശമില്ല. രതിയെ ഞാൻ വിവാഹം കഴിച്ചതേ അദ്ദേഹത്തിന് വേണ്ടിയാ. അയ്യോ, വാതിൽ തുറക്കൂ. കുമാർ, വാതിൽ തുറക്കൂ. കുമാർ, വാതിൽ തുറക്കൂ. വാതിൽ തുറക്കൂ.
ആനന്ദ്, ആനന്ദ്, യെസ്. എന്റെ മുറിയിലുള്ള ആ പെൺകുട്ടിയെ എങ്ങോട്ടെങ്കിലും മാറ്റിയേക്കും. പഞ്ചറായല്ലോ. സ്റ്റെപ്പിനിയും ഇല്ല. ഇനി എന്ത് ചെയ്യും? ഈ സമയത്ത് ഇങ്ങനെ വന്നല്ലോ. ഇൻസ്പെക്ടർ വരുന്നുണ്ട്. എന്താ ഇവിടെ? ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് സാർ. ടയർ പഞ്ചറായി പോയി. ഇതത്ര നല്ല സ്ഥലമൊന്നുമല്ല. വേഗം പുറപ്പെടാൻ നോക്ക്. ശരി സാർ. അല്ല, ഡിക്കിയിൽ എന്താണ്? അത് നാട്ടിലേക്ക് ആ. നാട്ടിലേക്ക് തുറക്ക്. തുറക്കടാ. നാട്ടിലേക്ക് ശേഖർ സാർ തേടി നടന്നവളെ ഞാൻ കണ്ടുപിടിച്ചു സാർ. ഇപ്പോഴത്തെ ഇൻസ്പെക്ടറുടെ ഭാര്യയാണ് അവൾ. എന്ത്? ഒരു കുട്ടിയുമുണ്ട്. ഇൻസ്പെക്ടറുടെ ഭാര്യ? നിങ്ങൾ ആരാ? നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? എന്നെ നിനക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? ഇത് കണ്ടോ? അന്ന് നീ ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയ എന്റെ മുഖം. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. അന്ന് തുടങ്ങി നിന്നെ അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ലേ. ഞാനൊരു പാവാണ്. എന്നെ ഉപദ്രവിക്കല്ലേ. നിന്നെ ഞാൻ വേറൊന്നും ചെയ്യില്ല. അതേടി, നിന്നെ ഞാൻ തേടി നടന്നത് അതിന് തന്നെയാണ്.
വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. പോസ്റ്റ്മോർട്ടം ഇപ്പൊ കഴിഞ്ഞു കാണും. ശരി സാർ. രാമൻ നായരെ. സാർ, മറ്റൊരു തെളിവും കാണുന്നില്ല സാർ. ഒരു ചതഞ്ഞ ചുരുട്ട് മാത്രമാണ് കിട്ടിയത്. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന രാമുൽ നിന്ന് വിവരങ്ങളൊന്നും പുറത്തു വരരുത്. ഒന്നുകിൽ അവനെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ തട്ടിക്കളയുക. പറയില്ലല്ലേ? നീ സത്യം പറയില്ലല്ലേടാ? എനിക്കൊന്നും അറിയില്ല സാറേ. ആ കാറുകാരൻ ഒരു ലിഫ്റ്റ് തന്നതാ. നിനക്കൊന്നും അറിയില്ലല്ലേ? നിന്നെ കൊണ്ട് പറയിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവനെ കോർട്ടിൽ ഹാജരാക്കിയിട്ട് കൊണ്ടുപോയി. നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നമുക്കൊന്ന് പോയിട്ട് വരണം. എന്തെങ്കിലും തുമ്മുണ്ടാക്കാൻ കഴിയുമെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. യെസ് സർ. വേഗം നല്ല ചൂട്. എഞ്ചിനാകെ ചൂടായിരിക്കുന്നു. നീ പോയി അവിടെ എങ്ങനെ വെള്ളം ഉണ്ടോ നോക്ക്. ഈ ഉണക്കത്ത് ഞാനിപ്പോ എവിടുന്ന് വെള്ളം കൊണ്ടുവരാനാ? എന്താ 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 കാര്യം? ചേച്ചി സതി 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 എന്റെ സതി മോളെ മോളെ എന്റെ സതി സതി
മുഖത്തൊക്കെ പാടുകളുള്ള ഒരാളാണെന്നാണല്ലോ ഒന്ന് പറയുന്നത്. ഇനി ഒന്നും എനിക്ക് ഒളിച്ചു വെക്കാനില്ല. മുഖം മുഴുവൻ പൊള്ളി വികൃതനായ ആ മനുഷ്യനെ എനിക്ക് ഭയമാണ്. അയാൾ എന്നെ തേടി വരാതിരിക്കില്ല. ഈ കൈകളിൽ നിന്നും നിന്നെ കൊണ്ടുപോവാൻ ഇനി ആരും ധൈര്യപ്പെടില്ല സതി, ആരും ധൈര്യപ്പെടില്ല. ജയൻ, ഗ്രീൻലാൻഡ് ഹോട്ടലിൽ പുതുതായി എത്തിയിട്ടുള്ള നർത്തകിയെ സ്വന്തമാക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു. അങ്ങേക്ക് വേണ്ടി അത് ഞാൻ നേടിയെടുക്കും. പെൺകുട്ടികളെ വശീകരിക്കാനുള്ളതിന്റെ കഴിവിൽ എനിക്ക് സംശയമേ ഇല്ല. പക്ഷേ ഇവൾ നിന്നെപ്പോലെ പലരെയും കണ്ടിട്ടുള്ളവളാണ്. എന്നാലും അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി അവളെയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. അവളുമായി വരുമ്പോൾ നിനക്ക് എന്റെ വക ഒരു പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കും. പോലീസ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് നീ ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് ഒരു കാരണവശാലും ആരും അറിയാൻ പാടില്ല. ഇല്ല സർ, ഒരിക്കലും ആർക്കും സംശയം ഉണ്ടാവില്ല. സാറ് പറഞ്ഞ പോലെയൊക്കെയാണെന്ന് തോന്നുന്നു. ഒരുത്തൻ അങ്ങനെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട്. ഓഹോ. ഇവനാണ്. അതെ സർ, ഇവൻ തന്നെ. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിരിക്കട്ടെ. ശോഭയുടെ കയ്യിൽ നിന്നും ഒരിക്കലും അവൻ വിട്ടുപോകരുത്. ഇല്ല സർ, അതിനുള്ള തന്റെ ഇടവും സാമർഥ്യവും എനിക്കുണ്ട്. ഈ പട്ടണത്തിൽ വന്നിട്ട് ആദ്യമായി എനിക്ക് അടുത്തിടപെടാൻ കഴിഞ്ഞത് കുമാരനോടാണ്. എത്ര ശ്രമിച്ചിട്ടും കുമാരനെ മറക്കാൻ കഴിയുന്നില്ല. എന്തോ എനിക്കും ശോഭയെ എന്റെ മനസ്സിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയുന്നില്ല. അത് ഒന്നുകൂടി പറയൂ കുമാർ. നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് പറന്നപ്പോഴൊക്കെ എന്നിലെ കലാകാരി അറിയാൻ കഴിയുന്ന ഒരാൾക്ക് വേണ്ടിയാണ് എന്റെ മനസ്സ് ദാഹിച്ചത്. ഇപ്പോൾ അതെനിക്ക് കിട്ടി. എങ്കിൽ എന്നോട് ഇന്നും ഇവിടെ കഴിയാൻ ഒരുക്കമാണ്. ഇനിയും എന്തിനാ കുമാർ ഈ വക സംശയങ്ങൾ? സംശയമല്ല ശോഭ, മനസ്സിന്റെ ആശ്വാസത്തിന് വേണ്ടി ചോദിച്ചത് മാത്രം. ഓ, ചോദിക്കാൻ കിട്ടിയൊരു ചോദ്യം. ആട്ടെ, ഇനിയൊരു കാര്യം ചോദിക്കട്ടെ? എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. ആവശ്യപ്പെട്ട പോരെ? എന്റെ ഒരു അങ്കിളിന് നൃത്തമെന്ന് കേട്ട ഭ്രാന്താണ്. അമ്മാവന് വേണ്ടി ശോഭ ഒന്ന് നൃത്തം ചെയ്യാമോ? കുമാർ ആവശ്യപ്പെട്ടാൽ ഞാൻ എന്തും ചെയ്യും. ഒരു നൃത്തമല്ല, ഒരു നൃത്തം. എന്നിട്ട് സാറ് പറഞ്ഞതുപോലെ ഞാൻ സ്നേഹമായിട്ടൊക്കെ പെരുമാറി. വേണ്ടി വന്നാൽ
അവനോടൊപ്പം താമസിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അയാളുടെ പ്രതികരണം? അപ്പോഴേക്കും കൂടുതൽ സന്തോഷമായി. അങ്ങനെയാണ് അമ്മാവിന് വേണ്ടി ഒന്ന് നൃത്തം ചെയ്യണമെന്ന് പറഞ്ഞത്. ശരി, നമുക്ക് ഡാൻസുമായി കളയാം. ശരി സർ. ആ നൃത്തം നടക്കുന്ന സ്ഥലത്ത് ഞാനും ഇൻസ്പെക്ടർ മുരളിയും ഉണ്ടായിരിക്കും. നൃത്തത്തിന്റെ അവസാനം ശേഖരന്റെ അരികിൽ ഉണ്ടായിരിക്കണം. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞതുപോലെ.
പ്രകൃതനായ ആ മനുഷ്യനെ എനിക്ക് ഭയമാണ്. അയ്യോ എന്റെ ജീപ്പ് ഓടി വന്നു. ഇവനെല്ലാം കൊണ്ടുപോയി ജീപ്പിൽ കയറ്റും.